നമസ്കാരം. സ്റ്റാർ റാഗിങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റാർ റാഗിങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് മലയാളത്തിന് ലാൽ ജോസ് എന്ന സംവിധായകൻ മുല്ല എന്ന ചിത്രത്തിലൂടെ സമ്മാനിച്ച പ്രിയപ്പെട്ട നായികയാണ്. ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ് മീര നന്ദൻ. ഭയങ്കര മാച്ചാണല്ലോ ഈ ചെയറൊക്കെ ആയിട്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ ചെയറിന് പറ്റിയ കോസ്റ്റ്യൂം. ഞാൻ പക്ഷേ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടില്ല. അല്ല ഞാൻ വിചാരിച്ചത് വേറെ ഏതെങ്കിലും എപ്പിസോഡ് കണ്ടിട്ട് ഇങ്ങനെ ചെയറിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇടിപ്പിച്ചാണ്. ഇല്ല ഇല്ല, നല്ല രസമുണ്ട്. അങ്ങനെ അതിലൊരു റെഡ് ജീൻസും താങ്ക് യു. മുല്ല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലാൽ ജോസ് സമ്മാനിച്ച പ്രിയപ്പെട്ട നായിക എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം മുല്ല എന്ന് പറഞ്ഞ പടത്തിലാണ് വന്നത്. എങ്ങനെയാണ് ഈ മുല്ലയിലേക്ക് വരാൻ ഉണ്ടായിരുന്ന ഒരു കാരണം? ഞാൻ ആദ്യം ഒരു റിയാലിറ്റി ഷോ ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അബദ്ധവശാൽ ഇങ്ങനെ ഇല്ല, ലാൽ സാറ് കണ്ടിട്ടുണ്ടായില്ല, പൂർണിമ ചേച്ചി കണ്ടു. പൂർണിമ ചേച്ചി ഇങ്ങനെ ലാൽ സാറിന്റെ അടുത്ത് പറയുമായിരുന്നു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. അതെ, എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ, ചെയ്യാൻ താല്പര്യമുണ്ടോ. പക്ഷെ ഒരു 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടിയുടെ ഒരു എന്താ പറയാ ഒരു ബുദ്ധിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്താ പറയാ, അങ്ങനെ ലാൽ സാറായിട്ട് സംസാരിച്ചു. പിന്നെ നമ്മൾ മീറ്റ് ചെയ്തു, ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഫിലിമിനല്ല, വെറുതെ നമ്മൾ ചെല്ലുമ്പോ അങ്ങനെ സീനായിട്ടൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു അച്ഛൻ മരിച്ചുപോയി ഒരാൾ വന്നിട്ട് പറയാണ്, അപ്പൊ എങ്ങനെ റിയാക്ട് ചെയ്യും? ഞാൻ എന്തോ കാണിച്ചു, എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ഞാൻ എന്താ. അപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല ഞാൻ എന്താ കാണിച്ചെന്നുള്ളത്. ശരിക്കും ഈ മൂവി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പുറകിൽ എങ്ങനെയാണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് അതിനുള്ളത്, ഒരു വിവരമില്ലാത്ത. ശരിക്കും അന്ന് ലാലു പറഞ്ഞപ്പോ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ കാണിച്ച എക്സ്പ്രഷൻ സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോഴാണ് എങ്ങനെ കാണിക്കുന്നത്? ഇപ്പൊ എനിക്ക് നാണോ കാണിക്കില്ല. ഇത്രയും ജനലക്ഷങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ലൊക്കേഷനിലാണെങ്കിൽ ചുറ്റിനും ആളുകൾ നിൽക്കുമ്പോൾ അതല്ലേ നമ്മുടെ കഴിവ്. വീട്ടിൽ വെച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും പറയാണ് ആ എക്സ്പ്രഷൻ കാണിക്കാൻ പറഞ്ഞാൽ എനിക്ക് കാണിക്കാറില്ല. ക്യാമറയുടെ മുമ്പിൽ കുറെ ക്യാമറ ഉണ്ടല്ലോ, അല്ല മറ്റേ മാഗസീനൊക്കെ ക്യാമറ വേണം. അതെന്നെ വേണം. അതെ, സാറിന് ഇപ്പൊ ഡിജിറ്റൽ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വീഴില്ല അല്ലേ? ഓക്കെ, നമുക്ക് മീര നല്ലൊരു പാട്ടുകാരിയാണ്. മീരയുടെ നല്ല മനോഹരമായ ഒരു ഗാനത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വെരി ഗുഡ്. കളിക്കുന്നല്ല സാറിന്. എനിക്ക് തോന്നുന്നു മീര സിനിമയിൽ വന്ന് മീര പ്ലേ ബാക്ക് അല്ലെങ്കിൽ പാടി തുടങ്ങുമ്പോൾ എനിക്ക് അത്രയും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയുടെ എൻട്രി ആദ്യമായിട്ടാണെന്നല്ലോ ശരിക്കും അങ്ങനെ. പക്ഷെ ഇതുവരെ പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ. സിനിമ പാടിയിട്ടില്ലേ? ഇതുവരെ പാടിയിട്ടില്ല. ചിലപ്പോ ഒരു പക്ഷെ ഞാൻ സിനിമയിൽ ഇപ്പൊ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പാട്ടിലൊന്നും കൂടെ ശ്രദ്ധ കൊടുത്ത് ഇപ്പൊ പാടിയപ്പോ കേട്ടില്ലേ, പ്രാക്ടീസിന്റെ ഒക്കെ ഒരു പ്രാക്ടീസും ഇല്ലാതെ പാടിയതാ. ഒന്നുകൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീറ്റ് സാധകമൊക്കെ ചെയ്ത് ഒരു പാട്ടുകാരിയായി മാറിയെന്നെ. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അതില്ലാതെ സാധകമൊക്കെ പാട്ട് പഠിച്ചിരിക്കുന്നത് എനിക്ക് കുറെ ഗുരുക്കന്മാരുണ്ട്. പക്ഷെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് PR പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഒരു സാറിന്റെ അടുത്താണ്. എന്താ ഓരോ ഗുരുക്കന്മാരും പഠിപ്പിച്ച് പറഞ്ഞു അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ അവര് ഒന്നില്ലെങ്കിൽ സ്ഥലം മാറ്റം കിട്ടിയിട്ട് പോകും. അങ്ങനെ കുറെ എനിക്ക് അല്ലെങ്കിൽ ശരിക്കും നിങ്ങള് വീടിന്റെ അടുത്ത് അവർ വന്ന് പാട്ട് പഠിപ്പിക്കും. മീര രാവിലെ സാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അവിടുന്ന് ആ വീട് അവര് മറ്റേ അയലോക്കാർ ഒഴിപ്പിക്കുന്നതാണോ? ശരിക്കും സത്യം പറയാം എനിക്കറിയില്ല, ചിലപ്പോ അങ്ങനെയായിരിക്കും. കുറെ വീട് ഇങ്ങനെ മാറിയിട്ടില്ലേ? ഞാൻ അത്യാവശ്യം കുറച്ച് ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കുറെ വീടുകൾ. ശരിക്കും പാട്ടിന്റെ സാധകം ചെയ്തിട്ട് മാറ്റിയല്ലോ അവര് നാട്ടുകാര്. അറിയില്ല, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ശരിക്കും മീര നന്ദൻ തന്നെയാണ് പേര് അല്ലെങ്കിൽ വേറെ? നന്ദകുമാറിനായിരുന്നു, മീര നന്ദകുമാറിനായിരുന്നു. അത് ചുരുക്കി മീര നന്ദനാക്കി.
ഇരട്ട പേരെന്താണ്? ഇരട്ട പേര് സത്യം പറഞ്ഞാല് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താണെങ്കിലും ഇരട്ട പേര് വിളിച്ചിട്ടുണ്ടാവും. മാവേലി എന്ന് വിളിക്കാറുണ്ട്. കാരണം ക്ലാസ്സിൽ അധികം വരാറില്ല. അതെന്റെ ഈ മറ്റേ ഇയാൾ പറഞ്ഞ പോലെ അത് എന്റെ ഡയലോഗാണത്. ഞാനാ പറയാറ്. ഞാൻ കോളേജില് മാവേലി എന്ന പിള്ളേര് വിളിച്ചോണ്ടിരുന്ന ഇരട്ട പേര്. അത് അങ്ങനെ മിക്കവാറും കലാകാരന്മാർക്ക് അങ്ങനത്തെ പേര് വീഴാറുണ്ടല്ലേ. എന്റെ വീട്ടുപേര് മാവേലിയാ. ആണോ? അല്ല, എനിക്ക് ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് വീണ ഒരു പേരാണ്. അപ്പോൾ സിനിമയിൽ വരുന്നതിന് മുന്നേ ആണെങ്കിലും ഓരോ കോമ്പറ്റീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഇരിക്കാറില്ല. മിക്കവാറും ലാസ്റ്റ് ആ എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കേണ്ട അവസ്ഥ വരില്ല. അപ്പോൾ ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ നിന്ന് ഓടിയാൽ മതി, അങ്ങനത്തെ ഉള്ളൊരു ഇതായിരിക്കും. പിന്നെ സ്കൂളിൽ തുടങ്ങിയ ഒരു 2-3 ആഴ്ച അപ്പോൾ കോമ്പറ്റീഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോഴൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ക്ലാസ്സിൽ ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അല്ല, ഞാൻ ചോദിക്കണത് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന സമയത്ത് പിള്ളേർ ദേഷ്യത്തിനെങ്കിലും വിളിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനെ? എല്ലാവരും വിളിക്കാൻ കഴുതേ, അതറിയാൻ വേണ്ടിയിട്ട് ഏതാണ് പേര്? അങ്ങനെ സ്ഥിരമായിട്ടൊരു പേരുണ്ടായിട്ടില്ല. എന്നാലും പല പേരുകളിൽ അതൊന്നും ക്യാമറയുടെ മുന്നിൽ പറയാൻ പറ്റാത്ത പേരാ, അതാരും പറയുന്നില്ല. ശരി, നല്ല പേരല്ലേ? അതെ. ഈ മറ്റുള്ളവര് മീരയെ കുറിച്ചിട്ട് എങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും അവനവനെ പറ്റിയിട്ട് നല്ലത് കേൾക്കണം നല്ല ആഗ്രഹം ഉണ്ടാവും. ഫസ്റ്റ് ലവ് എപ്പോഴായിരുന്നു? എനിക്കങ്ങനെ ലവ് എന്ന് പറയാൻ പറ്റില്ല, ക്രഷ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരോട്. രണ്ടിൽ പഠിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചോദിച്ചാണ് സ്വഭാവം അനുസരിച്ചിട്ട് ആ പ്രായം തൊട്ട് തുടങ്ങും, അതാ ഞാൻ ചോദിച്ചു. 2 പഠിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓരോ പ്രായത്തിലും ഓരോരോ ആൾക്കാരോട് ഉണ്ടായിരുന്നു. ചെറിയ അത് ഒരു 2 ദിവസത്തേക്കൊക്കെ നീണ്ടു നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങോട്ടൊക്കെ 2 ദിവസത്തേക്കുള്ള. അതെ, 2 ദിവസത്തേക്കൊക്കെ നീണ്ടു നിൽക്കുന്നത് ചെറിയ 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 ക്രഷാണ്. അപ്പൊ എനിക്കിപ്പോഴും ഉണ്ട്. ഓരോ ആരെങ്കിലും ഒക്കെ ടിവിയിലൊക്കെ ഓരോ പുതിയ ആൾക്കാരെ കാണുന്നത് കൊള്ളാലോ, നല്ല പയ്യനാണല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഡീപ്പായിട്ട് തോന്നിയേക്കുന്ന ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. എപ്പോഴെങ്കിലും ചിലപ്പോൾ എനിക്ക് പറഞ്ഞില്ലേ 2 ദിവസം ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കും, അമ്മ എങ്ങനെയാ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ബോറടിക്കില്ലേ? ഇത്രയും വർഷം ഒരാളെ കണ്ടു. ശരിക്ക് അമ്മയുടെ അടുത്ത് ഉപദേശിക്കുന്നത് ഒരാളെ കെട്ടണോണ്ട് 3-4 പേരെ കെട്ടാനാണ്. ഇല്ല, അങ്ങനെയൊന്നല്ല. അല്ല, ഞാൻ പറയാം, എൻ്റെ അങ്ങനെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ അറിയില്ല. അതെന്താ പറയാ, ഈ പ്രായത്തിന്റെ പക്വത മെച്ചൂരിറ്റി കുറവായിരിക്കും. അതിന്റെയാണ്. കുറെ കഴിയുമ്പോൾ തോന്നും ശരിക്കും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ആണുങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരെണ്ണത്തിനെ തന്നെ ഇങ്ങനെ സഹിക്കുന്നു അങ്ങനെ. പക്ഷെ അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കും തോന്നാം. അതാണ് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന്റെ വായിന്ന് ഇങ്ങനെ കേൾക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലുള്ള വികാരങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കും. എല്ലാ ലേഡീസിനും പ്രതികരിച്ചിട്ട് പറഞ്ഞാണോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർ റാങ്കിങ്ങിന്റെ ഇതില് ഫസ്റ്റ് ലേഡിയാ. അതെ അല്ലേ? എനിക്ക് ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂല് ഞാനായിരുന്നു ഫസ്റ്റ് ലേഡി. ആണോ? എന്നിട്ട് പ്രോഗ്രാം നിർത്തിയോ? ഇല്ല, വിജയകരമായിട്ട് പോയി. കുറെ നമ്മൾ ഈ പ്രോഗ്രാമിനും അവിടെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ? കുറെ ഷോസിന് പോയിട്ടുണ്ട്, കുറെ ഇനാഗുറേഷനൊക്കെ പോയിട്ടുണ്ട്. അതെ. അപ്പൊ അതിന് ചില ആൾക്കാരുടെ പെരുമാറ്റത്തിലുള്ള നല്ല പ്രത്യേകതകൾ ഉണ്ടാവില്ല. ആ പ്രത്യേകതകൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശരിക്കും കരണക്കുറ്റിക്കിട്ടൊന്ന് പൊട്ടിക്കാൻ തോന്നിയിരിക്കുന്ന സമയം എപ്പോഴാണ്? ഇതല്ലാതെ ഇങ്ങനെ ചോദിക്കുമ്പോഴല്ലാതെ. ഇല്ല, ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അതല്ലാതെ അല്ല, ഈ അടുത്ത് ഇപ്പൊ പറഞ്ഞപ്പം പെട്ടെന്ന് ഓർമ്മ പറഞ്ഞ ഈ അടുത്തൊരു ഇനോഗ്രേഷൻ പോയപ്പം ആൾക്കാർ ശരിയാണ് സ്നേഹം കൊണ്ടായിരിക്കാം ഓരോന്ന് പറയണതും ചെയ്യണതും ഒക്കെ. പക്ഷെ നമ്മള് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ നമ്മളുടേതായിട്ടുള്ള ചില പ്രൈവസി ഉണ്ട്. അത് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് ആൾക്കാർക്കും. ഞാനും ഒരു ഇൻഡിവിജ്വൽ ആണ്. അവരെ പോലെ തന്നെയുള്ള അവർക്ക് വരാവുന്ന ദേഷ്യവും കാര്യങ്ങളും എനിക്കും വരാം. അത് ആൾക്കാർക്ക് മനസ്സിലാവണം. ആദ്യമായിട്ട് ഞാൻ ഈ അടുത്ത് സ്ഥലം പറയും എവിടെയായിരുന്നു? കോഴിക്കോടാണ്. കോഴിക്കോട് എന്തിന്റെ ഇനാഗുറേഷൻ? കാരണം അത്രയും മോശമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാമോ? ഇപ്പൊ നമുക്ക് എന്താണ്? ഐ ഡോണ്ട് മൈൻഡ്. പിന്നെ പറയും. ഈ അടുത്ത് കോഴിക്കോട് നടന്നിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ ആണ്. അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പോയത് എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ അവിടെ ആ ക്രൗഡ് കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണ്ട, വേറെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ അവരുടെ വണ്ടിയിലാണ് പോയത്. അപ്പം അച്ഛനും ആ വണ്ടിയിൽ വരാൻ പറ്റില്ല, കാരണം വേറെ ആർട്ടിസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ആ വണ്ടിയിൽ അങ്ങോട്ട് പോയി. അപ്പം അച്ഛൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ആ ക്രൗഡൊന്ന്
ഒന്ന് നമ്മൾ കടയുടെ ഉള്ളിലേക്ക് കയറിയാൽ കുറച്ച് ക്രൗഡ് മാറൂല. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് വരാൻ വെച്ചിട്ട് അച്ഛൻ വന്നില്ല. അപ്പോൾ അച്ഛനെ പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞാൻ ചെന്ന് ഇറങ്ങിയത്, അവിടെ ഇറങ്ങിയിട്ടില്ല, ഞാൻ കാറിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ കാറിൻ്റെ ചുറ്റും ആൾക്കാർ വളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇറങ്ങാനും കൂടെ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട്, നമ്മളെ വിളിച്ച ആൾക്കാർ പറയുന്നുണ്ട്, നമ്മൾ ക്രൗഡ് ഇത്തിരി മാറ്റിയാലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് വഴിയെങ്കിലും വേണ്ട, ജ്വല്ലറിയിലേക്ക് പോകാനുള്ള വഴി വേണ്ടേ, അതവർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഇങ്ങനത്തെ ഇനോഗ്രേഷൻസിന് അവർ യൂഷ്വലി ടോൾ മാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെക്യൂരിറ്റീസിനെ വെക്കാറുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിലായിരുന്നു. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ കുഴപ്പമില്ല, അവിടെ ആൾക്കാരുണ്ടാവുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും ഉണ്ടായില്ല. എന്നിട്ട് അവർ അവസാനം ഈ കൈച്ചങ്ങലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇതൊക്കെ ആക്കി കുറച്ചൊന്ന് ആൾക്കാർ നമ്മൾ ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ തന്നെ കുറച്ച് ഒന്ന് ഇതായി. പക്ഷെ നമ്മൾ കറക്റ്റ് ഇറങ്ങിയ സമയത്ത് അവർ പുഷ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ചെരുപ്പ് പോയി. ഒരു ചെരുപ്പ് ഒരു കാലിങ്ങനെ ഇരിക്കുക, ഒരു ഹീൽസ് ഇട്ടിട്ട്. അതെ, ഒരു ചെരുപ്പ് കാണാനില്ല. അങ്ങനെ ഞാൻ ഒരു തരത്തില് ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് കയറിയ വരെ വേറൊരു ആർട്ടിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ സാരിയൊക്കെ അഴിഞ്ഞു പോയി. അത്ര ക്രൗഡായിരുന്നു. എനിക്ക് അത്ര ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഇനോഗ്രേഷനും സാരിയൊന്നും കൊടുക്കാറില്ല. എല്ലാം സൽവാറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാറ്. തിരിച്ചു വരുന്ന സമയത്ത്, അതായത് ജ്വല്ലറിയിൽ നിന്ന് വണ്ടിയിലേക്ക് കയറില്ലേ, ആ വണ്ടിയും കൂടെ അടുത്തേക്ക് കയറ്റിയിട്ടില്ല, പോലീസ് ജീപ്പാണ് കയറ്റിയിട്ടെങ്ങനെ. പോലീസ് ജീപ്പിൽ കയറേണ്ടി വന്നു. പോലീസുകാരും നമ്മളെ പുഷ് ചെയ്യണം. ഞാൻ പറഞ്ഞു പുഷ് ചെയ്യരുത്, നമുക്ക് ഇത്തിരി വഴിയെങ്കിലും ഉണ്ടാക്കി തരണം പോകാനായിട്ട്. അപ്പോൾ അവരും പുഷ് ചെയ്യാണ്, ആൾക്കാരും പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒറ്റ ഇടി പിടിച്ചിട്ട് ഇങ്ങനെ സൽവാർ വലിച്ചു കീറി, കംപ്ലീറ്റ് കീറിപ്പോയി. ഓടി ഞാൻ ജീപ്പിൻ്റെ അകത്ത് കയറിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നല്ല തെറി വിളിച്ചു. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അത്ര രോക്ഷം കൊള്ളുന്നത്. ഇല്ല, ആക്ച്വലി എൻ്റെ അത്രയും സേഫ് ആയിട്ടുള്ള സൽവാറിന് അടിയിൽ ലൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു. മുകളിലത്തെ നെറ്റ് മാത്രമേ അവർ അതെ എപ്പോഴോ വന്നേനെ. എനിക്ക് പറയാനുള്ളത് ബേസിക്കലി എല്ലാവരോടും, ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ ഓരോ ഇഷ്യൂസും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എല്ലാവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലേഡീസിനൊക്കെ അറ്റ്ലീസ്റ്റ് അമ്മയും പെങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കാണണം, അത്രേ ഉള്ളൂ അല്ലേ? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില ആൾക്കാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ ആയിപ്പോയി. ഇനി വരുന്ന ജനറേഷനെങ്കിലും ആൾക്കാരെ വീട്ടിലിരുത്തി അമ്മ പറഞ്ഞ് ശീലിപ്പിക്കുക. ഇപ്പോൾ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണ്, പെണ്ണുങ്ങൾ അധികം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ആണുങ്ങൾ എല്ലാത്തിലും ചാടിക്കയറി ഇടപെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ട്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഈക്വൽ റൈറ്റ്സ് ആണ് എവിടെ നോക്കിയാലും. അതെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആണുങ്ങളാണെങ്കിലും ചെറുതിലെ തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുക, ടു റെസ്പെക്ട് വുമൻ എന്നുള്ളത്. അത്ര എനിക്ക് പറയാം. നമ്മുടെ മോണിറ്ററിൽ ഒരു ചോദ്യം. ഹായ് മീര, എൻ്റെ പേര് നിജു എന്നാണ്. മീരയുടെ ഭാവി വരനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? എന്നെ പോലെ മെലിഞ്ഞ് ബുൾഗാനൊക്കെ വെച്ചിട്ടുള്ള ഒരു പയ്യനാണോ മീരയുടെ കൺസെപ്റ്റ്? മൈ ഫോൺ നമ്പർ ഈസ് 2255. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഒരു ഫോൺ നമ്പർ. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാവി വരനെ പറ്റിയിട്ട് ഞാൻ അധികം ആലോചിച്ചിട്ടില്ല. അത് കാരണം അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. വരുമ്പോ വരട്ടെ, വരണ പോലെ വരട്ടെ. അല്ല, ഇപ്പോഴത്തെ തമിഴ് ഹീറോസ് ഒക്കെ ഏതാണ്ട് ഈ ലെവലല്ലേ എനിക്കറിയില്ല. തമിഴ് സിനിമയായിട്ട് ടച്ച് പോരാ. അല്ല, തമിഴ് സിനിമയില് പുതിയ കുറെ സിനിമകളിൽ വന്നപ്പോ ഇങ്ങനെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ശരി, എന്റെ ആദ്യത്തെ തമിഴ് സിനിമയിലെ ഹീറോ ഇങ്ങനത്തെ എന്ന് പറയാൻ പറ്റില്ല. അതായത് പുള്ളി എന്ന് പറഞ്ഞാല് അഖിൽ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനായിരുന്നു. അതായത് പുള്ളി ഉള്ളതിനെക്കാട്ടിലും ഡൾ ചെയ്തിട്ട് ലെൻസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അധികം സംസാരിക്കുന്ന ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ചെന്നിട്ട് ഗുഡ് മോർണിംഗ് അഖിൽ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കും, അങ്ങനത്തെ ആളായിരുന്നു. ഈ അപ്പൂപ്പന്റെ പ്രായമുള്ള ആൾക്കാർ വേറെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ എന്ത് ഫീൽ ചെയ്യും? പുറത്ത് സിനിമയിലല്ല, ശരിക്കും പുറത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് പ്രതികരിക്കണം എന്നുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം അധികം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് പ്രതികരിച്ചത് ഈ അടുത്താണ്. സിനിമാ നടി അല്ലായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള തീർച്ചയായിട്ടും എന്തായാലും പ്രതികരിച്ച.
എല്ലാവരും ഒന്ന് കേട്ടോട്ടാ, എല്ലാവരും പ്രതികരിച്ചിട്ട്. എന്നിട്ട് അല്ല, ഈ അടുത്തായിട്ട് ഈ ഇങ്ങനത്തെ ന്യൂസസ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ പ്രതികരിക്കാനായിട്ട് നമ്മൾ ഗേൾസ് ശരിക്കും പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ? ആരും പ്രതികരിക്കാത്തവർ പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, രമ്യ നമ്പീശൻ നായികയായിട്ടാണ് സിനിമയിൽ വന്നത്. പക്ഷെ ഇപ്പോൾ ഗായികയായിട്ട് പേരെടുത്തു. എന്നാൽ ഗായികയായിട്ട് വന്ന് നായികയായ മീരാനന്ദന അത്രയും ചാൻസ് കിട്ടിയിട്ടില്ല. ഇതുവരെ സിനിമയിൽ പാടാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അവസരങ്ങൾ കുറയുന്നത് കൊണ്ട് അസൂയ തോന്നിയിട്ടുണ്ടോ? പാട്ടില്ല ആരോട്? രമ്യ നമ്പീശനോടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അങ്ങനെ അവസരങ്ങൾ ലഭിക്കാത്തത് എന്നൊരു തോന്നലുണ്ടായിരുന്നു? ഞാൻ ഇപ്പൊ ഇതിന് മുന്നേ പറഞ്ഞൊരു ഉത്തരം അതിന് നല്ലൊരു ആൻസറാണ്. ഞാൻ ബേസിക്കലി ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സെൽഫ് മാർക്കറ്റിംഗ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറി ചെന്നിട്ട് എനിക്ക് പാട്ട് വേണം, കണ്ടോ ആ കുട്ടിക്ക് പാട്ട് കൊടുത്തു, എനിക്ക് എന്താ പാട്ട്, അങ്ങനത്തെ തീരെ ഐ എം ലീസ് ബോധേഡ്. ഇപ്പൊ രമ്യക്ക് പാട്ട് കിട്ടിയെങ്കിൽ ഹർ ഗുഡ്, അവൾക്ക് പാട്ട് കിട്ടി, അവൾ പാടി, നല്ല കാര്യം. എനിക്ക് പാട്ട് അതിന്റെ സമയമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ആവുമ്പോ കിട്ടിക്കോളും. അല്ല, എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മീരക്ക് പാടാൻ പറ്റിയ അത്രയും ടഫായിട്ടുള്ള പാട്ടുകളല്ല വന്നത്. അങ്ങനെയുള്ള പാട്ടുകൾ അതാണ് പ്രശ്നം. അത്ര കുറച്ചും കൂടി ഒരു ടഫ് കൂടിയ ഒരു ലെവലാവുമ്പോ വരുമ്പോ ഒരു വിളിക്കും. കാരണം ഇപ്പൊ ഞാൻ പറയട്ടെ, പുതിയ പിള്ളേരെ കൊണ്ട് പാടാൻ പറ്റാത്ത പാട്ടുകൾ വരുമ്പോ ദാസേട്ടൻ തന്നെ പാടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. ഞാനൊന്നും പറയില്ല. ഇനി പറഞ്ഞ നാളെ അത് മാത്രം ഇവര് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മീരാനന്ദന്റെ ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും പറയില്ല. കേട്ടിട്ട് യെസ് യെസ് എന്ന് പറഞ്ഞിട്ടിരിക്കുക, അതാ നല്ലത്. മീരക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയിട്ടുള്ള പാട്ട് ഏതാണ്? ചില പാട്ടുകൾ ഇപ്പൊ സിൽസില എന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ചെയ്തവനെ തല്ലിക്കൊല്ലാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തല്ലിക്കൊല്ലാൻ തോന്നിയിരിക്കുന്ന പാട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ സിൽസില തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സമയം അത് മാത്രമായിരുന്നല്ലോ സിൽസില. പിന്നെന്താണ് മറ്റേ സന്തോഷ് പണ്ഡിറ്റ് സോങ്സ്, സന്തോഷ് പണ്ഡിറ്റിന്റെ സോങ്, അത് രണ്ടുപേരും ഫാൻസ് ആണോ? അയ്യോ, ഓക്കെ. അല്ല, രണ്ടുപേരും പാടോ സന്തോഷ് പണ്ഡിറ്റിന്റെ പാട്ട്? വെരി സോറി, നോട്ട് ഇൻട്രസ്റ്റഡ്. അല്ല, ഞാൻ ചോദിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈഹാർട്ടായിരിക്കും. എനിക്ക് ദേഷ്യപ്പെട്ട ഗാനമാണെന്ന് പറഞ്ഞിട്ട് ഫുൾ പാടിയ ഇല്ല അങ്ങനത്തെ പാട്ടുകൾ വേറെ പാട്ട് പൊതുവെ. പിന്നെ ഞാൻ പറയാം, ഞാൻ ഒരിടയ്ക്ക് ഞാൻ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈശ്വര ഇതൊക്കെ ഏത് നേരത്ത് ഉണ്ടാക്കാൻ തോന്നിയ പാട്ടുകളാണാവോ എന്ന് ആലോചിക്കാറുണ്ട്. ഇല്ല 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 ഇല്ല, നിങ്ങളുടെ പാട്ടുകളൊന്നല്ല. വേറെ ചില തമിഴ് ഇല്ല ചില തമിഴ് പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ആ പാട്ടൊന്നും കേട്ടപ്പോ ദേഷ്യം തോന്നിയിട്ടില്ല. വേറെ ചില എനിക്ക് ആ വാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. ജയറാമേട്ടനൊരു വാക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ജയറാമേട്ടൻ പണി കിട്ടിയിരിക്കുക, അതുവരെ ഞാനത് യൂസ് ചെയ്യുന്നില്ല ഇവിടെ. അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നാറുണ്ട്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ താങ്കളെ 3 സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയിപ്പിച്ചു. ഏതാണ്? സിന്ധുചേട്ടൻ, സിന്ധുരാജ്. ഏതൊക്കെയായിരുന്നു? മുല്ലയില്, പുതിയ മുഖത്തില്, എൽസമിൽ. ഒരു സംവിധായകൻ പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു സംവിധായകൻ ഡയറക്റ്റ് ചെയ്തു. താങ്കൾ അഭിനയിച്ച ഒരു ചിത്രം സംവിധായകൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു സംവിധായകനായിരുന്നു. എൻ്റെ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു സംവിധായകൻ, ദിലീപിനെയൊക്കെ വെച്ചിട്ട് ഒത്തിരി ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള സംവിധായകനാണ് എൻ്റെ നിർമ്മാതാവ്. വേറൊരു കോട്ടയത്തുള്ള വേറൊരു സംവിധായകനെ കൊണ്ട് കോട്ടയത്തുള്ളതെന്നും കൂടി പറഞ്ഞിട്ട് ജോഷി മാത്യു സാർ. സിനിമ എനിക്കറിയാം, 10ാം നിലയിലെത്തി വണ്ടി. മറ്റേ പ്രൊഡ്യൂസർ ആയിരുന്നു ഡെനിസ് ജോസഫ് സർ. അല്ല സോറി, ജോസ് തോമസ് സർ. ജോസ് തോമസ്. കുഞ്ചാക്കോ ബോബൻ, രഘുനന്ദൻ, താങ്കൾ, ഉഷ. ഒരിടത്തൊരു പോസ്റ്റ്മാൻ. അയ്യനാറിന്റെ മ്യൂസിക് ഡയറക്ടർ താങ്കളുടെ തമിഴ് ചിത്രമായിട്ടുള്ള അയ്യനാർ. തമൻ. ജയസൂര്യ കഴിഞ്ഞില്ലേ? ഇല്ല, ജയസൂര്യ 10 വർഷത്തിൽ അഭിനയിച്ച ശങ്കരൻ മോഹനിലും എന്ന ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടറോ? ശങ്കരൻ മോഹൻ എന്ന് പറഞ്ഞ സിനിമയില് നായികലായിരുന്നു. അതില് പാട്ടുണ്ടോ? അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? ശങ്കരൻ മോഹന്റെ മ്യൂസിക് ഡയറക്ടർ. അതില് റീ റെക്കോർഡിംഗ് ആരാന്നറിയാം? ഇല്ല. മ്യൂസിക് ആരാന്നറിയാം? അതല്ലേ അറിയില്ല. മ്യൂസിക് മോഹൻ സിത്താര. ലൊക്കേഷനിൽ വെച്ചിട്ട് പാട്ട് കേൾപ്പിച്ചെന്നാണ്.
മോഹൻ സിത്താർ സാർ വന്നിട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോഹൻ സിത്താർ സാറ് പാട്ട് കേൾപ്പിച്ചു എന്നിട്ട് അത് മറന്നു. ആ പടത്തിൽ പാട്ടുണ്ടോ എന്നൊരു ചോദ്യം വരെ ചോദിച്ചത്. അയ്യോ. ലക്ഷ്മി എന്ന പേരിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്ത ചിത്രം. ലക്ഷ്മി അത് സ്വപ്നസഞ്ചാരി. സ്വപ്നസൻ. മീരാനന്ദൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഇത്ര ഗ്ലാമറസ് ആയുള്ള ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ സമുദായത്തിൽ നിന്നും എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി എനിക്ക് നോക്കേണ്ടത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ വല്യമ്മ, അങ്ങനെ അടുത്തുള്ള കസിൻസ്, അങ്ങനെ അവർക്ക് ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. ബാക്കി ആർക്കും എതിർപ്പുണ്ടായാലും എനിക്കൊരു വിരോധമില്ല. അല്ല, എനിക്ക് നേരിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ സംസാരിക്കും. പിന്നെ അവര് വീട്ടിൽ ചെന്നിട്ട് വേറെ എന്താ പറയുന്നത് എനിക്കറിയില്ല. മീരയുടെ ഫസ്റ്റ് ഫിലിമായ മുല്ലയിൽ ലാൽ ജോസ് സാറിൻ്റെ കൂടെ, സാറായിരുന്നുള്ള ഡയറക്ടർ, സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റീടേക്ക് എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മീര എന്ന് പറയുന്നത് മുൻനിര നായകന്മാരിൽ ഒരാളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അന്നത്തെ ആ സാറിൻ്റെ വഴക്കാണോ അങ്ങനെ ഒരു വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? മുല്ലിൽ ഒരുപാട് റീടേക്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില സീൻസിലൊക്കെ. എസ്പെഷ്യലി കരയുന്ന, എനിക്ക് കരച്ചിൽ ഭയങ്കര പിന്നോക്കമായിരുന്നു മുല്ലിയിൽ. അവസാനം ദിലീപേട്ടൻ തന്നെ കുറെ പറഞ്ഞ അങ്ങനെ കരയിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ല, ദിലീപേട്ടൻ സീരിയസ് ആവും, നമ്മുടെ അടുത്ത് അധികം അങ്ങനെ സംസാരിക്കുക, അങ്ങനെ സീരിയസ്. അപ്പം ഞാനും ഇത്തിരി ഇതാവും. കുട്ടികളിയായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട്. ലാൽ സാറും വഴക്ക് പറയാറുണ്ട്, വിപിൻ സാറും വഴക്ക് പറയാറുണ്ട്. ഞാനൊരു കൊച്ചുകുട്ടിയായതിന്റെ പേരിൽ എല്ലാവരും വഴക്ക് പറയാറുണ്ട്. അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഗുണമായിരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ. ലാൽ സാർ അന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാൽ സാർ മാത്രമല്ല, ദിലീപേട്ടനൊക്കെ ഓരോ ഷോട്ടിനെ പറ്റിയിട്ടും. ഇപ്പം എനിക്ക് അന്ന് തീരെ സീരിയസ്നെസ് ഉണ്ടായിട്ടില്ല. ടൈം പാസിന് വേണ്ടി ചെയ്തിട്ട് ഇല്ല, ഇപ്പൊ അത്യാവശ്യം സീരിയസ് ആയിട്ടുണ്ട്. പണ്ട് ഈ പറഞ്ഞ പോലെ മുല്ലയിൽ ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു. കുട്ടികളി അധികം ആവുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു തരും, നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു ഫോർ ദ ടൈം ബീങ് കാണുന്നതല്ല, കുറെ നാൾ കഴിഞ്ഞിട്ടും ആൾക്കാർ ഇപ്പോൾ അവരുടെ കൊച്ചുമക്കൾക്ക് വരെ, ഇപ്പോഴത്തെ ജനറേഷന്റെ കൊച്ചുമക്കൾക്ക് വരെ ഇപ്പൊ ടിവിയിലും എല്ലാ ചാനൽസിലും റിപ്പീറ്റേഷൻ വരാറുണ്ട് എല്ലാ സിനിമകളും. ചിലപ്പോ ഈ മുല്ലയൊക്കെ നാളെ പഠിക്കാൻ വേണ്ടിട്ട് പാഠപുസ്തകമായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. 10ാം ക്ലാസ്സിലൊക്കെ പാഠപുസ്തകമായിട്ട് ചിലപ്പോ മാറും. അല്ല, അങ്ങനെ ഒരുപാട് പേര് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആവണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യമൊക്കെ ഇപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു സീരിയസ്നെസ് ഞാൻ ഇപ്പോഴും ആലോചിക്കണതൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും മീരാനന്ദൻ തന്നെയാണ് പേര്, അല്ലെങ്കിൽ വേറെ നന്ദകുമാർ എന്നായിരുന്നു, മീര നന്ദകുമാർ എന്നായിരുന്നു. അത് ചുരുക്കി മീരാനന്ദൻ എന്നാക്കി. ഇരട്ട പേരെന്താണ്? ഇരട്ട പേര് സത്യം പറഞ്ഞാല് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എന്താണെങ്കിലും ഇരട്ട പേര് വിളിച്ചിട്ടുണ്ടാവും. മാവേലി എന്ന് വിളിക്കാറുണ്ട്, കാരണം ക്ലാസ്സിൽ അധികം വരാറില്ല. അതെന്റെ ഈ മറ്റേ ഇയാൾ പറഞ്ഞ പോലെ അത് എന്റെ ഡയലോഗാണത്. ഞാനാ പറയാറ്, ഞാൻ കോളേജില് മാവേലി എന്ന പിള്ളേര് വിളിച്ചോണ്ടിരുന്ന എന്റെ പേര്. അത് അങ്ങനെ മിക്കവാറും കലാകാരന്മാർക്ക് അങ്ങനത്തെ പേര് വീഴാറുണ്ടല്ലേ. എന്റെ വീട്ടുപേര് മാവേലിയാ. ആണോ? അല്ല, എനിക്ക് ക്ലാസ്സിൽ കയറാത്തോണ്ട് വീണ ഒരു പേരാണ്. ഭാവി വരനെ പറ്റി എന്താണ് സങ്കല്പം? ഇപ്പൊ നേരത്തെ പറയണ്ടായി ഹൃതിക്കിനെ ഒരു പ്രണയിക്കുന്നു എന്നൊക്കെ. അപ്പൊ അതേപോലത്തെ ഒരു ഗീതയാണോ, അതേപോലത്തെ ഒരു ജിം ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണോ ഇതിന്റെ പേരെന്താ? അജ്മലിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നേരത്തെ മീര അങ്ങനെ. അതല്ല, അജ്മലിന് ശരിക്കും പറഞ്ഞൊരു നോട്ടം ഉണ്ടായിരുന്നു, പക്ഷെ അല്ലേ ഇല്ല, ഋതിക് റോഷൻ എന്നുള്ളത് അത് ഞാൻ പ്രണയം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ദാറ്റ്സ് കൈൻഡ് ഓഫ് യുനോ അഡ്മിറേഷൻ അല്ലേ, ഒരു ആരാധനയാണ് അദ്ദേഹത്തിനടുത്ത്. നടക്കണേ നടക്കട്ടെ, നടക്കില്ല എന്നുള്ള ഉറപ്പായി. ഇനിയിപ്പം ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ലൈഫില് എങ്ങനെയുള്ളൊരു ഞാൻ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്, അധികം ആഗ്രഹിക്കാറില്ല. എക്സ്പെക്റ്റേഷൻസ് വളരെ ലോ ആയിട്ട് വെക്കുന്ന ഒരാളാണ്. എനിക്ക് വരാൻ പോകുന്ന ആള് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഋതിക് റോഷനെ പോലെ ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ സൈഡിൽ കൂടെ പോകാത്ത ഒരാളാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും. ദാറ്റ് വിൽ എഫക്ട് മൈ ഫാമിലി ലൈഫ്.
അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ചിന്തയും ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഉള്ള ഒരാളെ വരട്ടെ എന്നുള്ളൊരു ഇത്. എനിക്ക് അങ്ങനെ ഓക്കെ ഭയങ്കര മസിൽ ബോഡി ആയിരിക്കണം, എനിക്കങ്ങനെ അങ്ങനെ ഭയങ്കര ജിമ്മായിട്ടുള്ള ആൾക്കാരെ കാണുന്നത് തന്നെ എനിക്ക് എന്തോ പോലെ. അത് ഞാൻ പറഞ്ഞ ഒരു ആരാധനയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര എന്താ പറയാ ഭയങ്കര യുനോ ഐ എം ലിവിങ് ഫോർ യു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഇതൊന്നുമല്ല. ഈ ഋതിക് റോഷൻ ഇപ്പം നമുക്ക് പണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ പുള്ളിയുടെ ഒരു സങ്കല്പ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അംബികയായിരുന്നു, നടി അംബിക ചേച്ചി. അംബിക ചേച്ചീനെ പോലെ ഇരിക്കുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ എവിടെ പെണ്ണ് കാണാൻ പോയാലും പെണ്ണിനെ ഇവന് ഇഷ്ടപ്പെടില്ല. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ ആൻഡ്രൂസ് അല്ലെ ആ അംബികനെ പോലെയല്ല, അംബികനെ പോലെ അറ്റ്ലീസ്റ്റ് അംബിക. ഞാൻ അവസാനം വിളിച്ചിട്ട് അന്ന് ഞാൻ ചെറിയ പ്രായമാണ്, എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് അതെ സഹോദര, ഈ അംബികനെ പോലുള്ള ആൾക്കാർ ശങ്കറിനെ പോലുള്ള ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യും. അതിന്റെ പേരില് അന്നത്തെ കാലത്ത് ശങ്കർ അംബിക എങ്ങനെ എക്സ്പെക്ട് ചെയ്യണം എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ല. ഋതിക് റോഷനെ പോലുള്ള ഒരു അറ്റ്ലീസ്റ്റ് കരീന കപൂർ എങ്കിലും അവരാലോചിക്കൂലേ? അല്ല, അതൊരു പോയിന്റ് ആണ്, ഞാൻ ആലോചിക്കാകില്ല. അതുകൊണ്ടാണ് ഞാൻ ആരാധന എന്ന് പറഞ്ഞു ഒതുക്കിയത്. നമുക്ക് അങ്ങനെ കുറക്കാം. അതെ, കുറച്ചിട്ട് മതി. നമ്മുടെ പുതിയ തലമുറയിൽ ഒരുപാട് നടന്നാണ് അല്ലേ, കുറെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ശരിക്ക് ഓഡിയൻസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂപ്പർ താരങ്ങൾ മാത്രമല്ല ഇവരെ. അപ്പോൾ അതില് എനിക്ക് ഇയാളുടെ കൂടെ അഭിനയിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ളതാണ്. മലയാളത്തിലാണോ? മലയാളത്തില് ഋതിക് റോഷൻ അല്ലാണ്ട് ഇവിടുത്തെ ഋതിക് റോഷന്മാരിൽ ആരാണ് കൂടെ അഭിനയിക്കാൻ? ഇവിടുത്തെ ആക്ച്വലി ഇപ്പൊ യങ്സ്റ്റേഴ്സില് ഞാൻ ആകെ അഭിനയിച്ചിട്ടുള്ളത് ഉണ്ണിയുടെ കൂടെ മാത്രമേ ഉള്ളൂ. വേറെ അതെ മല്ലു സിംഗില് ഞാൻ വേറെ ആരുടെയും കൂടെ അഭിനയിച്ചിട്ടില്ല. ആരുടെയും കൂടെ ഇപ്പോൾ ആസിഫിൻ്റെ കൂടെ ചെയ്തിട്ടില്ല, ഫഹദിൻ്റെ കൂടെ ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഞാൻ ആരുടെയും കൂടെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇവരോട് ചെയ്യാൻ പോവാണ്. ഫഹദിന്റെ കൂടെ ഇപ്പോൾ റെഡ് വൈൻ എന്ന് പറഞ്ഞിട്ടൊരു പടത്തില് അതെ ഫഹദിന്റെ ജോഡിയായിട്ടാണോ അല്ലെങ്കിൽ ഫഹദിന്റെ ജോഡി ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഈ പറഞ്ഞ പോലെ റെഡ് വൈനില് 4-5 പേരുണ്ട്, അതിലൊരാളാണ്. പക്ഷെ എനിക്ക് കോമ്പിനേഷൻ ഉള്ളത് ഫഹദിന്റെ കൂടെയാണ്. പഴയ നടന്മാരിൽ ആരുടെ കൂടെ അഭിനയിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പണ്ടത്തെ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യണം എന്ന ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കൊച്ചിൻ ഹനീഫ, അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് തിലകൻ സാർ. തിലകൻ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിട്ടില്ല. എനിക്ക് മുരളി സാറിൻ്റെ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റില് പൊട്ടിക്കരഞ്ഞ നിമിഷം ഏതാണ്? സെറ്റില് പൊട്ടിക്കരഞ്ഞ നിമിഷം ചിലപ്പോൾ ചില ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യുമ്പം ഞാൻ ആ സിറ്റുവേഷൻ ഉൾക്കൊണ്ടിട്ട് ചെയ്യാറുണ്ട്. ബാധ്യമൊന്നും അല്ലല്ലോ. പക്ഷെ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. ഞാനൊരു തമിഴ് സിനിമയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കരഞ്ഞ്. അതേപോലെ ഒരു തെലുങ്ക് സിനിമയിൽ ഇപ്പൊ ഈ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന 4th ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ. അല്ല, അപ്പൊ ഡയലോഗിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല, കരച്ചില് മാത്രം മതിയായിരുന്നു. ഞാൻ ആ സിറ്റുവേഷൻ ഓർത്തിട്ട് ഞാൻ തന്നെ ഓർത്ത് കരയുന്ന പോലെയായിരുന്നു. അല്ല, കരയേണ്ട സീൻ അല്ല, അത് കരച്ചില് വരണമായിരുന്നു തന്നെ. അതൊരു ലോങ് ഷോട്ട് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇടയ്ക്ക് പോയി ഗ്ലിസറിൻ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. അല്ല, ലോങ് ഷോട്ട് എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് നേരം ലെങ്തി ഷോട്ട് ആയിരുന്നു. നമുക്ക് ഇത്രയും നാൾ അഭിനയിച്ചിട്ട് ആ സിനിമയിൽ അഭിനയിക്കണ്ടായിരുന്നു എന്ന് തോന്നിയാണ് സിനിമ? ഒരെണ്ണല്ലോ, ഒരുപാട്. അതേതൊക്കെയാണ്? എനിക്ക് പേര് പറയാൻ പറ്റില്ല, വെരി സോറി. പക്ഷെ എന്നാലും ഡയറക്ടറുടെ പേര് പറഞ്ഞത്, ആർട്ടിസ്റ്റിന്റെ പേര് പറയാം, ഹീറോയുടെ പേര് പറയാം. എനിക്ക് താല്പര്യമില്ല പറയാൻ. പക്ഷെ
ഒരു സിനിമയോ 2 സിനിമയോ അല്ല, എനിക്ക് ഒരുപാട് സിനിമകൾ തോന്നിയിട്ടുണ്ട്. ആകെ 4 പടമല്ലേ അഭിനയിച്ചിട്ടുള്ളൂ, അതിനിടയിൽ 12 പടം വേണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, അത്യാവശ്യം സിനിമകൾ ശരിക്കും എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? 26 സിനിമ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീരയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്ക് മീര ഒരു സെർച്ച് ചെയ്തപ്പോൾ കുറേ സിനിമകളിൽ ഗസ്റ്റ് അപ്പിയറൻസ് മാത്രം ഉണ്ടല്ലേ അല്ലേ? ഗസ്റ്റ് അപ്പിയറൻസ് മാത്രം ചെയ്തിട്ടുണ്ട്. അതാണ് മീര അഭിനയിച്ചാൽ പടം ഓടുമെന്ന് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും ഒരു വേഷം മീര ഇല്ലാത്ത പടത്തിലും കൂടി വിളിച്ചു. അല്ല, ഗസ്റ്റ് അപ്പിയറൻസ് എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്ത എൽസമേലാന്ന് തോന്നുന്നു. എൽസമേല് അതിപ്പോൾ സിന്ധു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ഭാഗ്യ നായികയാണ്, നീ അതില് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, അപ്പോൾ നീ ഇതിൽ വന്നിട്ടൊരു എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെറിയ വേഷങ്ങളിൽ വിളിക്കുമ്പോൾ നീ ഇതിലൊരു പാസിംഗ് ഷോട്ടിങ്ങിൽ ചെയ്തിട്ട് പോകണം. അതെ, പക്ഷെ അതിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറായിരുന്നു. അതേപോലെ തന്നെ സീനിയേഴ്സിലും അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറായിരുന്നു. എല്ലായിടത്തും പോയി ഭാഗ്യം എതിറിയിട്ട്. അതെ, ഭാഗ്യം എതിറിയിട്ട് വന്നു. പക്ഷെ ആ സിനിമകളൊക്കെ വിജയമായിരുന്നു കേട്ടോ. അല്ല, ഞാൻ ചോദിക്കണേ, ഇപ്പോൾ കുറേ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ വന്നാണ്. ചിലപ്പോൾ അങ്കിൾ അല്ലെങ്കിൽ എന്താണ് ഡാഡി എന്നല്ല, ശരിക്കും അപ്പൻ്റെ പ്രായം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഡാഡി എന്നാരും കയറി വിളിക്കേണ്ട കാര്യമില്ല. പച്ചക്ക് പറഞ്ഞാൽ അപ്പൻ്റെ പ്രായമുള്ള ആൾക്കാരുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കുമ്പോൾ എന്താ തോന്നാറ്? ആക്ച്വലി ഞാൻ ആ സമയത്ത് അങ്ങനെ അത്രയും പ്രായ കൂടുതലുള്ള ആളാണല്ലോ, ചെയ്യണോ അങ്ങനെയൊക്കെ ആലോചിക്കാറൊന്നുമില്ല. സമയത്ത് വിളിക്കുന്നു, ഓക്കെ ഫൈൻ ചെയ്യുന്നു. ഞാനപ്പോ വീരാന്തനല്ലല്ലോ, ക്യാരക്ടറാണല്ലോ, അത് കാരണം കുഴപ്പമില്ല. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഫീലിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളങ്ങനെ വിചാരിച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല. രമ്യ നമ്പീശൻ നായികയായിട്ടാണ് സിനിമയിൽ വന്നത്, പക്ഷെ ഇപ്പോൾ ഗായികയായിട്ട് പേരെടുത്തു. എന്നാൽ ഗായികയായിട്ട് വന്ന് നായികയായ മീരാനന്ദന അത്രയും ചാൻസ് കിട്ടിയിട്ടില്ല. ഇതുവരെ സിനിമയിൽ പാടാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അവസരങ്ങൾ കുറയുന്നത് കൊണ്ട് അസൂയ തോന്നിയിട്ടുണ്ടോ? ആരോട്? രമ്യ നമ്പീശനോടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അങ്ങനെ അവസരങ്ങൾ ലഭിക്കാത്തത് എന്നൊരു തോന്നലുണ്ടായി? ഞാൻ ഇപ്പൊ ഇതിന് മുന്നേ പറഞ്ഞൊരു ഉത്തരം അതിന് നല്ലൊരു ആൻസറാണ്. ഞാൻ ബേസിക്കലി ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സെൽഫ് മാർക്കറ്റിംഗ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറി ചെന്നിട്ട് എനിക്ക് പാട്ട് വേണം, കണ്ടോ ആ കുട്ടിക്ക് പാട്ട് കൊടുത്തു, എനിക്ക് എന്താ പാട്ട്, അങ്ങനത്തെ തീരെ ഐ എം ലീസ് ബോതേർഡ്. ഇപ്പൊ രമ്യക്ക് പാട്ട് കിട്ടിയെങ്കിൽ ഹർ ഗുഡ്, അവൾക്ക് പാട്ട് കിട്ടി, അവൾ പാടി, നല്ല കാര്യം. എനിക്ക് പാട്ട് അതിന്റെ സമയമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു, ആവുമ്പോ കിട്ടിക്കോളും. അല്ല, എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മീരക്ക് പാടാൻ പറ്റിയ അത്രയും ടഫായിട്ടുള്ള പാട്ടുകളല്ല വന്നത്. അങ്ങനെയുള്ള പാട്ടുകൾ അതാണ് പ്രശ്നം. അത്ര കുറച്ചും കൂടി ഒരു ടഫ് കൂടിയ ഒരു ലെവലാവുമ്പോ വരുമ്പോ ഒരു വിളിക്കും. കാരണം ഇപ്പൊ ഞാൻ പറയട്ടെ, പുതിയ പിള്ളേരെ കൊണ്ട് പാടാൻ പറ്റാത്ത പാട്ടുകൾ വരുമ്പോ ദാസേട്ടൻ തന്നെ പാടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. ഞാനൊന്നും പറയാനില്ല. ഇനി പറഞ്ഞ നാളെ അത് മാത്രം ഇവര് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മീരാനന്ദന്റെ ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും പറയില്ല. കേട്ടിട്ട് യെസ് യെസ് എന്ന് പറഞ്ഞിട്ടിരിക്കുക, അതാ നല്ലത്. മീരാനന്ദൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഇത്ര ഗ്ലാമറസ് ആയുള്ള ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ സമുദായത്തിൽ നിന്നും എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി എനിക്ക് നോക്കേണ്ടത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ വല്യമ്മ, അങ്ങനെ അടുത്തുള്ള കസിൻസ്, അങ്ങനെ അവർക്ക് ആർക്കും ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല. ബാക്കി ആർക്കും എതിർപ്പുണ്ടായാലും എനിക്കൊരു വിരോധമില്ല. ഈ തെലുങ്കിലും കന്നഡയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നായികയായിട്ടല്ല അഭിനയിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ നായികയായിട്ട്? ഇല്ല, എനിക്ക് അങ്ങനെ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള നായകന്മാർ അവിടെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇല്ല, എല്ലാം യങ്സ്റ്റേഴ്സ് തന്നെയായിരുന്നു നായികയായിട്ട്. ശരിക്കും ഭാഷ എങ്ങനെയാണ് പ്രശ്നമുണ്ടോ? തമിഴ് എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, കാരണം എനിക്ക് ഒന്നും അറിയണ്ടായില്ല. തമിഴ് സിനിമകളൊന്നും കാണാത്ത ഒരാളായിരുന്നു. ആകെ തമിഴിൽ അറിയാവുന്ന രണ്ട് ഹീറോസ് ഈ പറഞ്ഞ പോലെ രജനീകാന്ത്, കമൽഹാസൻ. അതെ, അങ്ങനെ സിനിമ തീരെ കാണാത്ത ഒരാളായിരുന്നു തമിഴൊക്കെ. അത് ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ 1 മന്തിൽ എനിക്ക് തമിഴ് നന്നായി സംസാരിക്കാനായിട്ട് സാധിച്ചു. അത് അവിടെ റേഡിയോ കേട്ടിട്ട് ചാനൽസ് കണ്ടിട്ടൊക്കെ നന്നായി സംസാരിക്കും, വായിക്കാനൊക്കെ അറിയാൻ പറ്റും. പിന്നെ തെലുങ്കും കന്നഡയൊന്നും ഒരു രക്ഷയില്ല, അത് പോയി പഠിച്ചിട്ട് തന്നെ ആവണം. ശരിക്കും ഗ്ലാമർ ആകാൻ വേണ്ടിയിട്ടുള്ള പുതിയ ടിപ്സ് എന്താണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്?
ഗ്ലാമർ ആവും ഞാനൊന്നും ചെയ്യാറില്ല. ഇപ്പൊ എന്റെയൊക്കെ പോലെ ഒക്കെ മതിയെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെയൊക്കെ പോലെ മതി. ഇതുവരെയുള്ള ലൊക്കേഷനുകളിൽ ഏറ്റവും ഇതായിട്ട് പറ്റിയ അബദ്ധം എന്താണ്? അബദ്ധം, അതായത് എന്തെങ്കിലും ചമ്മല് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? നമ്മളെ ഈ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാറില്ല. ദിവസം സംഭവിക്കാറുണ്ട്. ഏറ്റവും ഇതായിട്ട് പറ്റിയിട്ടുള്ളത്? ഇല്ല പറ്റിയിട്ടില്ല. ഒന്നുമില്ല. ഇനി പിന്നെ ഓർമ്മ പറഞ്ഞ എന്താ വെച്ചാൽ മല്ലു സിംഗിന്റെ ഷൂട്ടിന്റെ സമയത്ത് പഞ്ചാബിലാണല്ലോ. അപ്പൊ ഈ പഞ്ചാബികൾ എങ്ങനെയാണ് ശരിക്ക്? ഞാനതാ പറഞ്ഞു നമ്മൾ ഒരു കോളേജിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് വരണം. അപ്പോൾ ഇതുങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഒരു ലാംഗ്വേജ് ഹിന്ദിയും തോടാ പഞ്ചാബി അറിയുള്ളൂ അവർക്ക്. അപ്പൊ ഞാൻ ഇന്ന് കണ്ടിട്ട് സംസാരിക്കും. അപ്പൊ ഞാൻ തന്നെ താരം ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു 3 ടേക്കൊക്കെ ആയപ്പോഴേക്കും, അല്ല ഒരു 3 ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കമ്പനിയായി എല്ലാവരും. ഭാഷ അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും വെറുതെ കമ്പനിയായി. അപ്പോൾ ഒരു ചെക്കൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്താ ഈവനിങ് വാട്ട് പ്ലാൻസ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈവനിങ്ങിൽ ഷൂട്ട് ഹേ കുച്ച് നൈ ഷൂട്ട് ഹേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഡിന്നർ പ്ലാൻ ചെയ്താലോ. ഇതൊക്കെ പറയാൻ ഭാഷ പെട്ടെന്ന് അറിയാലേ അവന്. അതെ, എന്നിട്ടുണ്ടല്ലോ ഇവൻ ഡിന്നറിന് വിളിച്ച് എന്റെ പുറകെ കൂടി. എന്നിട്ട് എല്ലാവരും കൂടെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ അത് വലിയൊരു അബദ്ധമായിരുന്നു. ഇപ്പൊ അതിന്റെ അടുത്ത് സംസാരിക്കാൻ പോകണ്ടായിരുന്നു എന്ന് വരെ ഞാൻ ആലോചിച്ചു. അപ്പൊ ആ നിമിഷത്തില് അത് വലിയൊരു അബദ്ധമായിരുന്നു. ഭാഷ അറിയാൻ പാടില്ലെങ്കിലും ഡിന്നറിന് വിളിക്കാനൊക്കെ. അതെ, ഞാൻ പറഞ്ഞ ഷൂട്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോ അതൊക്കെ മുങ്ങി. സിനിമയിൽ വന്നപ്പോ നാടൻ പെൺകുട്ടിയായിട്ടാണല്ലോ വന്നത്. ഇപ്പൊ കൂടുതൽ ഗ്ലാമറസ് ആയല്ല, കൂടുതൽ അവസരം കിട്ടാനാണ് ഗ്ലാമറസ് ആയത്. എന്നെ കേട്ടിട്ട് അങ്ങനെ ഭയങ്കര ഗ്ലാമറസ് ആയ പോലെ ഉണ്ടോ? വന്നപ്പോ ഞാൻ 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ? ഇപ്പൊ ഇത്രയും കൂടെ മെച്ചൂർഡ് ആയില്ലേ? അതിനനുസരിച്ചിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, സത്യം പറഞ്ഞാൽ വന്നപ്പോ തീരെ ഒന്നിലും കെയർ ചെയ്യാത്തൊരു കുട്ടിയായിരുന്നു. ഒന്നിലും മേക്കപ്പിൽ കെയർ ചെയ്യില്ല, ഞാൻ എന്ത് വേഷത്തിൽ കെയർ ചെയ്യാറില്ല, ഒന്നിലും കെയർ ചെയ്യാറില്ല. അപ്പൊ അമ്മയൊക്കെ വീട്ടിൽ എപ്പോഴും പറയും പുറത്തേക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ പോയി. ഇപ്പോഴും ഞാനൊന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചേഞ്ച് വരുത്താം. ഇപ്പോൾ ഹെയറിനോ എന്തെങ്കിലും, എനിക്ക് തന്നെ ഇത്ര വലിയ നീണ്ട മുടിയായിട്ട് എന്നെ കണ്ടിട്ട് എനിക്ക് മതിയായി. അപ്പോൾ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഹെയറൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തി. അങ്ങനെ ഭയങ്കര ചേഞ്ച് എന്ന് പറയാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ ഈ ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നതൊക്കെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഇത് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയിരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയായിരുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ കൂടുതൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടി. ഏതായാലും നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മീരയുടെ ഒരു നല്ല പാട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ സൗണ്ടിൽ പാടാൻ വലിയ തീരുമ്പോഴും ഒരു 2-4 വരെ മതി.